ബജറ്റ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ മറുപടി നൽകും. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന തീരുമാനിച്ചതിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്താകുമെന്നാണ് പരക്കെ ഉണ്ടായിരിക്കുന്ന ആകാംക്ഷ. മദ്യനികുതിക്കുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിക്കാൻ UDF-ൽ സമ്മർദ്ദം ശക്തമാണ്. മാത്രമല്ല എക്സൈസ് മന്ത്രി തന്നെ ഇക്കാര്യം അറിഞ്ഞില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതും. ഇന്ന് രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ യോഗം വളരെ നിർണായകമായിരിക്കുമെന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ R. ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് SK. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് ആണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി പറയേണ്ടത്. ആ മറുപടി പറയുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന കുറച്ച തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ ഇല്ലേ എന്നാണ്. നാനാവിധത്തിലുള്ള എതിർപ്പാണ് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷം അഴിമതി ആരോപിക്കുന്നു. എന്നാൽ UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം ഈ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ലേഖനവും മറ്റും ഇതിനകം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഒപ്പം കോൺഗ്രസിലും ശക്തമായ എതിർപ്പുണ്ട്. അപ്പോൾ ഇത്രയും എതിർപ്പുകൾ രാഷ്ട്രീയ രംഗത്തു നിന്നും മറ്റ് സാമുദായിക സംഘടനകളുടെ മേഖലകളിൽ നിന്നുമൊക്കെ വരുമ്പോൾ വി ഡി സതീശൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറാകുമോ, തെറ്റുതിരുത്തുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ആദ്യ ബജറ്റിനെ ചുറ്റിപ്പറ്റി തന്നെ അഴിമതി ആരോപണം ഉയർന്നു എന്നുള്ളതും വി ഡി സതീശന്റെ മേൽ സമ്മർദ്ദമേറ്റുന്ന ഒരു ഘടകമാണ്. എന്തായാലും രാവിലെ 8 മണിക്ക് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. സ്വാഭാവികമായും ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയമായ ഈ മദ്യത്തിന്റെ നികുതി ഘടന കുറച്ച കാര്യം ചർച്ചയ്ക്ക് വരും. ഇതോടൊപ്പം തന്നെ എന്ത് നിലപാടെടുക്കണമെന്ന അഭിപ്രായവും ഒരുപക്ഷെ ലീഗ് അടക്കമുള്ള മന്ത്രിമാർ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. PMC-യിലെ പിറകോട്ട് പോക്കൽ അടക്കം ലീഗിൽ വലിയ തോതിൽ എതിർപ്പുള്ളപ്പോൾ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ കൂടി ലീഗിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായേക്കില്ല എന്ന് സൂചനയുണ്ട്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനം LDF-ന്റെ മുൻ തീരുമാനത്തിന്റെ ചുവട് പിടിച്ചുള്ളതാണ് എന്നതാണ് സതീശന്റെ വാദം. ആ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ മുന്നണിക്കകത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കകത്തുനിന്നുകൊണ്ടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പറയുന്നത്. എന്നാൽ രാവിലെ 8 മണിക്ക് ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയും ഒരു ധാരണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.